നമുക്ക് ടൂൾസിനെ പരിചയപ്പെടാം. ടൂൾസ് നമുക്ക് എന്തൊക്കെയാണ് ഒരു ചാർട്ടിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ടൂൾസിനെ പറ്റി പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ഏതാണ്ട് നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരിക്കൽ പ്രൈസ് മേളിൽ നിന്ന് താഴ്പോട്ടേക്ക് ഇതുവരെ വന്നു, ദെൻ വീണ്ടും ഏതാണ്ട് അതേ ഏരിയയിൽ ഇവിടെയും പ്രൈസ് വന്നു, വീണ്ടും അതേ ഏരിയയിൽ ഇവിടെയും പ്രൈസ് വന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ടിൽ മെയിനായിട്ട് നമ്മൾ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൈസിന് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, പ്രൈസ് മേൽപോട്ട് പോവുക അല്ലെങ്കിൽ താഴ്പോട്ട് വരിക. ഇത് രണ്ടും മാത്രമല്ലേ പ്രൈസിനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അത് എങ്ങനെ സാധിക്കുന്നു? സമയത്തിനനുസൃതമായിട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ താഴ്പോട്ടേക്ക് വരുന്നു. അത് ഏതൊക്കെ സമയത്ത് ഏത് രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഒരു ചാർട്ടിലൂടെ പ്രൈസിനെ അനാലിസിസ് നടത്തുക എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. പ്രൈസ് ഈ ഒരു ലെവൽ വരുമ്പോൾ താഴ്പോട്ടേക്ക് പോയിട്ടില്ല, വീണ്ടും മേൽപോട്ടേക്ക് പോയി, വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് വരുന്നു, വീണ്ടും മേൽപോട്ടേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് അതേ പോയിന്റിലേക്ക് തിരിച്ച് താഴെ വന്നിട്ട് വീണ്ടും. അപ്പോൾ ഇതൊരു ബിഹേവിയർ ആയിട്ട് കാണാൻ കഴിയുന്നു അല്ലേ? അപ്പോൾ ആ ബിഹേവിയർ കാണാൻ കഴിയുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഇതിന് താഴെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് വാച്ച് ചെയ്യണമെങ്കിൽ ഈ താഴെ ഒരു ബോളിനെ സങ്കല്പിച്ച് നോക്കൂ. നമ്മളൊരു ബോൾ താഴ്പോട്ടേക്ക് വീഴുന്നു, താഴെ വരുന്നു, ഒരേ പോയിന്റിലല്ലേ താഴെ വരുന്നു, വീണ്ടും അവിടെ നിന്ന് അത് ജമ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ റൈസ് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് അതേ പോയിന്റിൽ വരുന്നു, വീണ്ടും അതിനെ ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് എന്തെന്ന് വിളിക്കാം? താങ്ങി നിർത്തുന്ന പോയിന്റ് ആണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് എന്ന് വിളിക്കാം. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.